പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വേഗവി. നമ്മളിന്ന് കരുണയുടെ അവസാന മണിക്കൂറിൽ 33, 34, 35 ഈ 3 സന്ദേശങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. ആദ്യത്തെ 2 സന്ദേശങ്ങൾ വളരെ ചെറുതാണ്, മൂന്നാമത്തേത് കുറച്ച് നീളമുള്ളതാണ്. 33ാമത്തെ സന്ദേശം ലൂസിഫർ എന്നാണ് ഹെഡിങ്. ഈ നാളുകളിൽ ഏറ്റവും ശക്തനായ പിശാച് ലൂസിഫറാണ്. അവനാണ് ഈ ലോകത്തിലെ പകുതി ജനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അവൻ വളരെയധികം കൗശലക്കാരനാണ്. താൻ മറ്റേതൊക്കെയോ പിശാചാണെന്നു വരെ അവൻ നടിക്കും. എന്നാൽ അവൻ ലൂസിഫർ തന്നെയാണ്. 34ാമത്തെ സന്ദേശം ദുഷ്ടാരൂപികളും രോഗവും. പിശാചിന് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുടെ പോലും ഉള്ളിൽ കടന്നു കയറാനും രോഗം സൃഷ്ടിക്കാനും കഴിയും. എത്രയധികം ശാരീരിക രോഗങ്ങളാണ് അവൻ മൂലം ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഏതാണ്ട് എല്ലാ മാനസിക രോഗങ്ങളും അവൻ്റെ സൃഷ്ടിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുള്ളത്, ഞാൻ മംഗലാപുരത്ത് പഠിച്ചിരുന്ന സമയത്ത് അവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ MBBS പഠിക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മംഗലാപുരം ക്യാമ്പസ് ടീം ജീസസ് യൂത്തിലായിരുന്നു. അപ്പം ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്. അവൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റുള്ള കുട്ടിയാണ്. അപ്പോൾ അവരുടെ ഹോസ്പിറ്റലിൽ ഈ മാനസിക രോഗികളുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നൊരു കാര്യം, ഒരു വൈദികൻ വന്ന് ഒരു ഡെലിവറൻസ് കൊടുത്താൽ സൗഖ്യപ്പെടുന്ന രോഗികളെ ഇവിടെ ഉള്ളൂ. അപ്പോൾ അവൾ കാണുന്ന വിഷൻ ഇങ്ങനെയാണ്. മെഡിക്കൽ ടീമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ നമ്മുടെ തലച്ചോറിൽ ഏതോ ഒരു ഭാഗത്ത് നോർമലി എന്തോ ഒരു സംഭവത്തിനുള്ളിൽ നോർമലി ചെറിയ ഗ്യാപ്പാണ് വേണ്ടത്. എന്നാൽ ഇവൾ കാണുന്ന വിഷൻ, ഇവൾ ചികിത്സിക്കുന്ന ഈ മെൻ്റൽ പേഷ്യൻസിന് ആ ഗ്യാപ്പ് വളരെ വലുതാണ്. എന്നിട്ട് അവൾ പറഞ്ഞത് ഈ ഗ്യാപ്പിലാണ് ഈ പിശാച് ഇരിക്കുന്നതായിട്ട് ഇവൾ കാണുന്നത്. അപ്പോൾ ഈ മെസ്സേജ് വായിക്കുമ്പോൾ ഈശോ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പിശാചിന് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുടെ പോലും ഉള്ളിൽ കടന്നു കയറാനും രോഗം സൃഷ്ടിക്കാനും കഴിയും. അപ്പോൾ ഇവൾ പറയുകയാണ് ആ ഭാഗം വളരെ വലുതാണ്, ഇതിൻ്റെ ഉള്ളിലാണ് പിശാചിരിക്കുന്നതെന്ന് ഇവൾ വിഷൻ കാണുകയാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല ഗിഫ്റ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇതെത്ര സത്യമാണ്. ഈശോ പറയുകയാണ്, ഏതാണ്ട് എല്ലാ മാനസിക രോഗങ്ങളും അവൻ്റെ സൃഷ്ടിയാണ് എന്ന്. അവ ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകളിൽ നിന്നാണ്. എത്ര കറക്റ്റാ. അവ മനസ്സിനെ മലിനമാക്കുന്നു. ഏതാനും ചില സുഖങ്ങൾക്ക് വേണ്ടി പിശാച് തരുന്ന ഏതാനും വർഷങ്ങൾക്ക് വേണ്ടി, കുറച്ച് കാലം മാത്രം നീളുന്ന ചില ആനന്ദങ്ങൾക്ക് വേണ്ടി ഒക്കെ തുടങ്ങുന്ന കാര്യങ്ങൾ കാലാന്തരത്തിൽ മനോവേദനയിലും മരണത്തിലും അവസാനിക്കുന്നു. ഇനി 35ാമത്തത് ഹെഡിങ് മാനവകുലത്തിൻ്റെ ഏറ്റവും കൊടിയ പാപം. മനുഷ്യർ പരസ്പരം വെറുക്കാനായി സർപ്പം അവരിൽ വിദ്വേഷം കുത്തിവെക്കുന്നു. ഇതേ ദുഷ്ട ഉദ്ദേശത്തോടെ പരസ്പരം കൊല്ലാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യപുത്രന്മാരുടെ പരമ്പരയെ ഉന്മൂലനം ചെയ്യാനായി എൻ്റെ നിശ്വാസം അയക്കുന്നു. അവർ പരസ്പരാസക്തിയാൽ ജ്വലിച്ച് ലജ്ജാകര കൃത്യങ്ങൾ ചെയ്യും. അതിൽ ആഹ്ലാദിക്കുന്ന സർപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മനുഷ്യന് തൻ്റെ ശരീരം നൽകിയവനെതിരെയുള്ള പരമമായ പാപമാണിത്. പുരുഷന്മാർ സ്ത്രീകളുമായുള്ള തങ്ങളുടെ സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയാൽ ദൈവത്തിൻ്റെ ഛായ അവരിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. അവിശ്വസ്തരായിരിക്കാനും വശീകരിക്കപ്പെടാനും നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് പിശാചാണെന്ന് ഓർക്കുക. അതുവഴി അവൻ അവരെ കൊലപാതകികളും കള്ളന്മാരും കവർച്ചക്കാരും ആക്കി മാറ്റുന്നു. ഏറ്റവും ലജ്ജാകരമായ അതിക്രമവും ഏറ്റവും മ്ലേച്ഛമായ പാപവുമായ സ്വർഗഭോഗത്തിലേക്കും അവൻ അവരെ നയിക്കുന്നു. ഇവയെല്ലാം സംഭവിക്കുമ്പോൾ ദൈവിക നിയമത്തിൻ്റെ സാധുത ലംഘിക്കപ്പെടുകയും സഭ ഒരു വിധവയെപ്പോലെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. കണ്ടോ, ഇവയെല്ലാം സംഭവിക്കുമ്പോൾ ദൈവിക നിയമത്തിൻ്റെ സാധുത ലംഘിക്കപ്പെടുകയും സഭ ഒരു വിധവയെപ്പോലെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, എല്ലാ തരത്തിലുമുള്ള മഹാമാരികളും ഈ ഭൂമിക്കായി കരുതി വച്ചിരിക്കുന്നു. ഈ മഹാമാരികളും ദുരിതങ്ങളും ഈ നാളുകളിൽ തന്നെ വരും.
എൻ്റെ കുഞ്ഞുങ്ങളെ, അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അസാധാരണമായ പ്രതിഭാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടാതിരിക്കേണ്ടതിന് ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകപ്പെടുന്നു. ഇതാണ് ഈശോയുടെ ലക്ഷ്യം. ഇത് മുൻകൂട്ടി പറഞ്ഞു തരിക. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന പോലെ ഞെട്ടിത്തെരിച്ചിരിക്കാതിരിക്കാൻ മുൻകൂട്ടി തമ്പുരാൻ പറഞ്ഞു തരുന്നു. ഈ സമയം വളരെ അകലെയല്ല എന്ന് ഞാൻ ഉറപ്പായും പറയുന്നു. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. മറ്റൊരു മഹാമാരി ഉണ്ടാകും. 1 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു മഹാമാരി. 1 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു മഹാമാരി. 1 മിനിറ്റ് നേരത്തേക്കുള്ള മഹാമാരി. അതുവഴി ആയിരക്കണക്കിന് മനുഷ്യർ നശിപ്പിക്കപ്പെടും. അതിക്രമത്തിൻ്റെ കാലം തുടങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കാൻ തയ്യാറാകാത്തവർക്കും എൻ്റെ സന്ദേശങ്ങളിൽ വിശ്വസിക്കാത്തവർക്കും ദുരിതം. ഈ പ്രതിസന്ധിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ അനേകം ആത്മാക്കൾ പിശാചിനാൽ ആവസിക്കപ്പെടും. ഈ പ്രതിസന്ധിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ അനേകം ആത്മാക്കൾ പിശാചിനാൽ ആവസിക്കപ്പെടും. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാനച്ചനൊക്കെ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ പറയുന്നൊരു കാര്യം, ഇന്ന് ഒരുപാട് പേര് പൊസസ്ഡ് ആവുന്നുണ്ട്. കുറച്ച് പേർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ലോകത്തിന് ഭയം കൊണ്ട് ഭ്രാന്തു പിടിച്ച അവസ്ഥയായിരിക്കും. ഈ ഭ്രാന്തിനിടയിൽ ഭൂമിയിൽ എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്ന പിശാച് മനുഷ്യരെ കൊണ്ട് തങ്ങളുടെ ജ്ഞാനസ്ഥാനത്തെയും കുരിശിനെയും നിഷേധിപ്പിക്കും. ഈ ഓരോ പ്രശ്നങ്ങളും ദുരിതങ്ങളും വരുമ്പം, പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ എത്രയോ മനുഷ്യർ ദൈവദൂഷണം പറഞ്ഞു, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ പറഞ്ഞിരുന്നത്. ഈ ഭ്രാന്തിനിടയിൽ ഭൂമിയിൽ എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്ന പിശാച് മനുഷ്യരെ കൊണ്ട് തങ്ങളുടെ ജ്ഞാനസ്നാനത്തെയും കുരിശിനെയും നിഷേധിപ്പിക്കും. അനേകം അമ്മമാർ തങ്ങളുടെ ഉദരഫലത്തോട് ക്രൂരത കാണിക്കുന്നത് തുടരുകയും ചെയ്യും. ഇന്നലെ കൂടെ നമ്മളൊരു വാർത്ത കണ്ടതേ അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് അബോർഷനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഓരോ ദിവസവും ഒരുക്കത്തിനുള്ള സമയമാണെന്ന് അറിഞ്ഞിരിക്കുക. ലോകമെങ്ങും നൽകപ്പെടുന്ന എൻ്റെ മുന്നറിയിപ്പിൻ്റെ വാക്കുകൾ ഉടൻ തന്നെ അവസാനിക്കാൻ പോകുകയാണ്. മുന്നറിയിപ്പിൻ്റെ സമയം തൊട്ടടുത്താണ്. ഗരബന്ധാൽ മുന്നറിയിപ്പിൻ്റെ സമയം തൊട്ടടുത്താണ്. ഇത് കരുണയുടെ സമയമാണല്ലോ. നിങ്ങളുടെ നിദ്രയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഗൗരവമായി ഉണർന്നിരിക്കേണ്ട സമയമാണ്. എൻ്റെ പിതാവിൻ്റെ നീതിയുടെ കരം നിങ്ങളുടെ മേൽ പതിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. സൃഷ്ടാവിൽ നിന്ന് ഓടി അകലുകയും സ്വന്തം സ്വാർത്ഥ മോഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണിത്. എന്നാൽ ഭൂമി അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യർ ഉണർത്തപ്പെടുമെന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരൊക്കെയാണ് പ്രകാശത്തിൽ ചരിക്കുന്നതെന്നും ആരൊക്കെയാണ് അന്ധകാരത്തിൽ ജീവിക്കുന്നതെന്നും അപ്പോൾ അറിയും. എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാൻ യേശുവാണ്. എൻ്റെ കരുണയും നീതിയും വിജയിക്കുകയും സത്യത്തിനു വേണ്ടി നിലനിന്നുകൊണ്ട് എൻ്റെ ജനം എൻ്റെ ദൗത്യത്തിനായി ജീവിക്കുകയും ചെയ്യും. മനുഷ്യകുലത്തെ ഉണർത്താനായി നിവർത്തിക്കപ്പെടുന്ന ഈ സംഭവ വികാസങ്ങൾ ഗർഭചിത്രത്തിലൂടെ കൊല്ലപ്പെട്ട എൻ്റെ കുഞ്ഞു മക്കളുടെ ബലിയുടെ ഫലമാണ്. മനസ്സിലായോ? അല്ലാതെ ഇന്ന് കാണുന്ന ലോകത്തിലെ ദുരിതങ്ങളെല്ലാം ഇങ്ങനെ മക്കളെ ഉദരത്തിൽ വെച്ച് കൊന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇന്ന് ലോകത്ത് കാണുന്ന പല ദുരിതങ്ങളും. ഒന്നിന് പിറകെ ഒന്നായി എൻ്റെ കൽപ്പനകൾ ലംഘിക്കപ്പെടുന്നു. മണിക്കൂർ വെച്ച് മനുഷ്യവംശം എന്നെ മറികടന്നു പോകുന്നു. എൻ്റെ പിതാവിൻ്റെ നീതിയുടെ കരം നിങ്ങളെ പ്രഹരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഭൂമി പുതുജീവൻ്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. മഹാസ്നേഹത്താലും കരുണയാലും മനുഷ്യവംശം ഉണർത്തപ്പെടും. നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അടയാളങ്ങൾ കാണുക. അവ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, അവ നിങ്ങളെ മഹാശിക്ഷയിലേക്കാണ് നയിക്കുന്നതെന്നും അറിയുക.